എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂറത്ത് അഹ്സാബിലെ 426 പേജിലെ 55 മുതൽ 62 വരെയുള്ള ആയത്തുകളാകുന്നു. എൻ്റെ പേര് നസീമ ദാറുസലാം. എൻ്റെ പേര് ഹിബ ബക്കർ നരിക്കുനി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا جناح عليهن في آبائهن ولا أبنائهن ولا إخوانهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا. തങ്ങളുടെ പിതാക്കളിലാകട്ടെ പുത്രന്മാരിലാകട്ടെ സഹോദരന്മാരിലാകട്ടെ സഹോദരന്മാരുടെ പുത്രന്മാരിലാകട്ടെ സഹോദരിമാരുടെ പുത്രന്മാരിലാകട്ടെ തങ്ങളുടെ സ്ത്രീകളിലാവട്ടെ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരിലാകട്ടെ ഒന്നും തന്നെ അവരുടെ മേൽ യാതൊരു കുറ്റവുമില്ല. നബിയുടെ പത്നിമാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിന്മേലും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയമായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത്, അതായത് അനുഗ്രഹം നേരുന്നു. ഹേ വിശ്വസിച്ചവരെ, അദ്ദേഹത്തിൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത്, അനുഗ്രഹം നേരുകയും ശരിയാവണ്ണം സലാം, അതായത് ശാന്തി നേരുകയും ചെയ്യുവേൻ. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ والآخرة وأعد لهم عذابا مهينا. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും യാതൊരു കൂട്ടർ ശല്യപ്പെടുത്തുന്നുവോ അവരെ നിശ്ചയമായും അള്ളാഹു ഇഹത്തിലും പരത്തിലും ശപിക്കുന്നതാണ്. അവർക്ക് നിന്ദ്യകരമായ ശിക്ഷ അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവർ പ്രവർത്തിച്ചതിൻ്റെതല്ലാത്തതിൻ്റെ പേരിൽ ശല്യപ്പെടുത്തുന്നവരാവട്ടെ, അവർ അപരാധവും പ്രത്യക്ഷമായ കുറ്റവും സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. നിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക, അവർ തങ്ങളുടെ മേലാടകളിൽ നിന്നും കുറേ ഭാഗം താഴ്ത്തിയിട്ടുകൊള്ളണമെന്ന്. അവർ തിരിച്ച് അറിയപ്പെടുവാൻ വളരെ എളുപ്പമുള്ളതാണത്.
അപ്പോഴവർക്ക് ശല്യം ബാധിക്കുകയില്ല. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا. കപടവിശ്വാസികളും തങ്ങളുടെ ഹൃദയത്തിൽ രോഗമുള്ളവരും മദീനയിൽ കള്ളവാർത്ത പ്രചരിപ്പിച്ച് ഭീതി ഉളവാക്കുന്നവരും വിരമിക്കാത്ത പക്ഷം നിശ്ചയമായും നബിയെ, നിന്നെ നാം അവരിൽ ഇളക്കി വിടുക തന്നെ ചെയ്യും. പിന്നീട് അല്പമാത്രമല്ലാതെ അവർ അവിടത്തിൽ നിന്നോട് അയൽവാസം നടത്തുകയില്ല. മൽഊനീൻ ഐനമാ സുഖിഫൂ ഉഖിദൂ വഖുത്തിലൂ തഖ്തീലാ. അതും ശപിക്കപ്പെട്ടവരായ നിലയിൽ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവർ പിടിക്കപ്പെടുകയും നിർദാക്ഷിണ്യം അറുകൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ. മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ സ്വീകരിച്ച അള്ളാഹുവിൻ്റെ നടപടിക്രമം തന്നെ. അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും വരുത്തലും നീ കണ്ടെത്തുന്നതേയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.